ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ ആയിട്ട് കുറേ ആയിട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടും മറ്റെല്ലാ സൺഡേയിലും ഞാൻ വ്ളോഗ് എടുക്കുന്ന സ്ഥിരമാക്കിയിടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് അത് മുടങ്ങിപ്പോയി. അപ്പോൾ നമുക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ ഓച്ചര അമ്പലത്തിൽ വരെ പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഒന്നും പ്ലാൻ ഇല്ലായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഓൾറെഡി ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ തന്നെ 8 മണിയായിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാണ്ടാണ് ഞാൻ പോയിട്ട് അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ മോൾ എഴുന്നേറ്റിരുന്നിട്ടുണ്ട്. മോൻ എഴുന്നേറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന വഴിക്ക് ദോശമാവ് വാങ്ങിച്ചിട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. അപ്പം അതിനോട് എന്നോട് ചോദിച്ചു, ദോശമാവ് ഇഡ്ഡലി ഉണ്ടാക്കും, രണ്ടും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ആക്കി ഞാൻ സാമ്പാറിനും അരി കുക്കറിലൊക്കെ വെച്ചേട്ടോ. അതങ്ങനെ വിസിലൊക്കെ അടിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. ഇടയ്ക്ക് ഞാൻ അത്രയും ചെറുപ്പം തന്നെ ഞാൻ ആകെ വിയർത്ത് ക്ഷീണിച്ച് പോയി. എനിക്ക് എന്തോ കഞ്ഞി കുടിച്ചെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ കഞ്ഞി പശ പോലൊക്കെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് കടു വറക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവരുടെ വരെ പോകണം. അങ്ങനെ പോകുമെന്ന് ചേട്ടൻ പറഞ്ഞെങ്കിൽ ഞാനങ്ങനെ കൂടെ പോകാമെന്ന് വിചാരിച്ചൊന്നും ഇല്ലായിരുന്നു. ഞാനിത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഭയങ്കര സ്പീഡിലാണ് ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ റെഡിയാക്കുന്നത്. വീടിനകമൊന്നും ഒതുക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ വെറുതെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയത് മാത്രമേ നടന്നുള്ളൂ. അപ്പോൾ അവിടെ പോയ ചേട്ടൻ കഞ്ഞി കുടിക്കാതെ വരുത്തതുമില്ല. അപ്പോൾ കഞ്ഞിയെ കുടിച്ച് വന്നപ്പോൾ തന്നെ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴേ ആ ഒരു ടെൻഷനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആക്കുന്നത്. രണ്ടൊക്കെ ഇരിപ്പുണ്ട്, ചായ ഇട്ട് കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞ ഓൾറെഡി പോയത് ഞങ്ങൾ വരുമ്പോൾ താമസിക്കും, ബ്രെഡ് ഓരോ എടുത്ത് കഴിക്കണേ. അത് കഴിച്ചിട്ട് അവളങ്ങനെ ഇവിടെ വന്ന വഴി തന്നെ നിന്ന് ഞാൻ അങ്ങ് പണിയെടുക്കുകയാണ് കേട്ടോ. കാണുവാണ് കേട്ടോ. ഇന്നിങ്ങനെ ഓച്ചര അമ്പലത്തിൽ പോകുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറ് നല്ല കൂടുതൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഏക ഒരു ആശ്വാസം. ചോറുണ്ടല്ലോ, പിന്നെ സാമ്പാറുമായി പിന്നെ ചമ്മന്തിയും മുട്ടയെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, ചമ്മന്തി മുട്ടയും മതി, ഇന്ന് ചമ്മന്തി മുട്ടയും മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ അപ്പോൾ കുറച്ച് മത്തിക്കറി ബാലൻസ് ഇരിപ്പുണ്ട്. അതാണ് അവിടെ ചട്ടി സാമ്പാർ ഏറെ കൊടുക്കണം. പാറുവിന് സാമ്പാർ കൂടുതൽ വേണം. അങ്ങനെ പാറുവിന് ഒരു സൈഡ് സെറ്റ് ആക്കിയിട്ട് ചേട്ടൻ എടുത്തോട്ട് എന്നപ്പോഴാണ് പറഞ്ഞത്, ബാ നമുക്ക് പോവാമെന്ന്. അപ്പം നമ്മൾ ഇന്ന് ഒരിടം വരെ പോകണം. പോകണ്ട രാവിലെ തൊട്ട് ഈ തർക്കത്തിലാണ്, പോകണോ വേണ്ടേ എന്ന്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മൾ ഇതെല്ലാം സെറ്റായല്ലോ. അപ്പോൾ പറഞ്ഞു, ബാ എന്നാൽ പോകാമെന്ന്. രാവിലെ തന്നെ കഞ്ഞി കുടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വയറ് നിറഞ്ഞിരിക്കണോ വിശക്കണോ എന്ന് അറിയാൻ വയ്യാത്തൊരു ഫീല്. പക്ഷേ ദാഹം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നോക്കിയപ്പോൾ ഫ്രിഡ്ജിലൊരു സോഡ കിടപ്പുണ്ടായിരുന്നു, പിന്നെ നാരങ്ങയും, പിന്നെ നാരങ്ങ. അങ്ങനെ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിച്ച് എനർജിയൊക്കെ കയറ്റിയിട്ട് പോകാമെന്ന് ചോദിച്ചു. ഇത്രയും ദൂരം ഇനി വണ്ടിയുടെ പിന്നിലിരുന്ന് വെയിൽ കൊള്ളാൻ കരിയാനുള്ളതാണ്. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പെട്ടെന്ന് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കലക്കി കുടിക്കുകയാണ് കേട്ടോ. കുറച്ച് ചേട്ടനും കൊടുത്ത് ബാക്കി വേറെ ആർക്കും കൊടുത്തില്ല. അപ്പോൾ ആറും നെവർ വെയിറ്റ് ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ കൊടുത്തില്ല. അവൾ കണ്ടില്ല. ഇഡ്ഡലി സാമ്പാറും ആസ്വദിച്ച് അവിടെ ഇരിക്കുന്ന തിരക്കിൽ ഇതൊന്നും കുട്ടി കണ്ടില്ല. കണ്ടായിരുന്ന ഉടനെ വന്നേനെ. പിന്നെ സോഡ അങ്ങനെ കുടിക്കുന്നത് നല്ലതല്ലല്ലോ. എന്നാലും ഞാൻ കുടിക്കും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരാ കുടിക്കാതെ. ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കലക്കി കുടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചേട്ടനും കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് പോകാം. ഇനി പോകാൻ നിന്നാൽ ഇപ്പം തന്നെ ഏകദേശം 10:30 എങ്ങാണ്ടായി കേട്ടോ. നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 10:30 എങ്ങാണ്ടായി. 9:30 നമ്മളിവിടെ വന്നു. 1 മണിക്കൂർ നമ്മൾ ഇഡ്ഡലി സാമ്പാറിൻ്റെയൊക്കെ പിന്നിൽ ചിലവഴിച്ച ശേഷം ഒരു 10:30 ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമാണ്, ചെങ്ങന്നൂർ വരെയാണ് പോകേണ്ടത്.
എന്തോ വെറുതെ ഒരു അഹങ്കാരം അത്ര തന്നെ. എനിക്ക് പകുതി വഴി എത്തിയപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, എന്തിൻ്റെ അഹങ്കാരമാണ് നമുക്കെന്നുണ്ടോ. അപ്പോൾ ഈ ഒരുങ്ങി കെട്ടി പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പോർക്ക് മേടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതാണ് പിന്നെ അടുക്കളയിൽ നിന്ന് തന്നെ ഞാൻ മുഖം പോലും കഴിയില്ല, അങ്ങനെ ഞാൻ അങ്ങ് പോയി കേട്ടോ, ഹെൽമെറ്റൊക്കെ തലയിലിട്ട്. കാരണം ഇപ്പം അങ്ങോട്ട് വെയിലത്തോട്ട് ഇറങ്ങാനുള്ളതല്ലേ. നല്ല അടിപൊളി വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ആദ്യം ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല മഴക്കോളായിരുന്നു, പക്ഷേ പിന്നെ പോകെ നല്ല അടിപൊളി വെയിലായിരുന്നു. അങ്ങനെ പാറുവിനോട് കഥമൊക്കെ അടച്ചിരുന്നോളാൻ പറഞ്ഞു. കാശി കിടക്കുന്നത് ഉറങ്ങുന്നുണ്ടെങ്കിലും കഥ അങ്ങ് അടച്ചിരുന്നോളാം ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ സാരഥി മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറകെ ഇറങ്ങണം. ഗേറ്റൊക്കെ തുറന്നു കൊടുത്ത് ഗേറ്റൊക്കെ അടച്ച് ഒക്കെ ഇറങ്ങണം. കുറേ നാളായി നമ്മളിങ്ങനെ പോർക്ക് വാങ്ങിയിട്ട്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ളപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ കാലമായി വാങ്ങിയിട്ട്. അപ്പോൾ ചെങ്ങന്നൂർ വരെ പോകണം എന്നുള്ളത് കൊണ്ടും ആ ഭാഗത്തുനിന്ന് ചേട്ടൻ വർക്കിന് പോകാത്തത് കൊണ്ടാണോ തോന്നുന്നത്. എൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ എന്നോട് വേണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇടയ്ക്ക് ഒത്തിരി അടുത്തടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു ചടിപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഏതോ ഒരു വഴിക്ക് എവിടെയോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിക്കാൻ കയറി. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി നമ്മൾ നന്നായിട്ട് തേഞ്ഞു ഗൈസ്. അവിടെ ചെന്നപ്പോൾ പോർക്ക് തീർന്നു പോയി. എന്തോ തേരാ പര നടക്കുന്ന എൻ്റെ കെട്ടിയൻ. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ട് വീണ്ടും പിടിച്ച് നമ്മളെന്തായാലും വാങ്ങി. പോർക്ക് വാങ്ങിക്കാനല്ലേ പോയത്. അങ്ങനെ നമ്മൾ പോർക്ക് കൈയോടെ വാങ്ങി. വന്ന വഴിക്ക് ഒരു അപ്പാപ്പൻ അവിടെ നിന്ന് മാങ്ങ വിൽക്കുന്നു. അല്ല അടിപൊളി മാങ്ങ തിന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിലേയും കുറച്ച് വാങ്ങി നേരെ ഇങ്ങി വീട്ടിലോട്ട്. അതാണ്ട് എൻ്റെ ഉരുളി എടുത്ത് ഞാൻ അടുപ്പിലോട്ട് വെക്കുകയാണ്. കുറേ നാളായി ഇത് അടുപ്പിൽ വെച്ചിട്ട്. അങ്ങനെ പോർക്ക് ഇതാ കുടഞ്ഞു നിന്നുമ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്നത് ആകെ ഇത്ര മാത്രമേ ഉള്ളൂ പോർക്ക്. അപ്പം നമ്മൾ ആദ്യം വാങ്ങിക്കാൻ പോയ സ്പോട്ടിൽ 300 എന്തോ ഉള്ളായിരുന്നു റേറ്റ്. രണ്ടാമത് വാങ്ങിക്കാൻ പോയെടുത്ത് 360 380 അത്ര കണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് 1.5 കിലോ മാത്രമേ വാങ്ങിയുള്ളൂ. മറ്റടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ 2 കിലോ വാങ്ങിയേനായിരുന്നു. അപ്പോൾ 1.5 കിലോ പോർക്ക് കണ്ടിട്ട് എൻ്റെ മോനൊന്നും കണ്ണി പിടിച്ചില്ല. കാരണം ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവും എന്നുള്ള കുട്ടിക്ക് അറിയാം. ഇവിടെ പോർക്ക് ഫാൻസായ കുറേ പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. അങ്ങനെ മാങ്ങ എനിക്കും പാറുണ്ണും ഒക്കെയാണ് കേട്ടോ ഇഷ്ടം. കാശിക്ക് മാങ്ങ ഇഷ്ടമല്ല, തിന്നത്തില്ല. അതുകൊണ്ട് അവൻ നോക്കത്തേയില്ല ആ ഭാഗത്തോട്ട്. അങ്ങനെ പോർക്കിനുള്ള മസാല എല്ലാം വാട്ടി പുരട്ടിയിട്ട് അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിന്ന് കുക്കറിലാണ് വെച്ചത്. സാധാരണ ഞാൻ അങ്ങനെ കുക്കറിൽ വെക്കാറില്ല, ഉരുളി തന്നെ അങ്ങ് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മൾ എല്ലാം ആക്കി വന്നപ്പോൾ 1 മണിയായി. അപ്പോൾ പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കുക്കറിൽ വിസിലടിച്ച് പിന്നെ തട്ടി ഉരുളിയിലിട്ട് കുറച്ചൊന്ന് കുറുക്കി വറ്റിച്ചെടുത്ത്. അപ്പോഴത്തേക്ക് പാത്രമായിട്ട് വന്ന് 2 മണിയൊക്കെ ഉണ്ടായി. പിന്നെ കുറച്ച് സാമ്പാറും ചോറും അവൾക്ക് പോർക്കുമായിട്ട് കൊടുത്തു. ഞാൻ ഒന്നും കഴിച്ചില്ല. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മത്തായി എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളതായി കേട്ടോ. അപ്പോൾ അവരവരെല്ലാം വിളമ്പി തിന്നോളൂ വെച്ചിട്ട് ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട്? ബീഫാണോ ചിക്കനാണോ എന്താണ്? മീനൊക്കെ വില കൂടിയത് കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ചിക്കനിലോട്ടും ബീഫിലോട്ടും ഒക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൺഡേയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.